ഹായ് എവരി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലുകളിലും അതേപോലെ കുറെ ഓൺലൈൻ ഓഫ്ലൈൻ കോച്ചിങ് സെന്ററുകളിലും നമ്മുടെ നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കിടയിലും നടക്കുന്ന ഒരു ചെറിയ ഡിസ്കഷനാണ് നിങ്ങളിപ്പോൾ തമ്പനയിലിൽ കണ്ടത്. അതായത് എക്സാം പാറ്റേണിൽ ചെറിയ കുറച്ച് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ മാറ്റമൊന്നുമല്ല, കോവിഡിന് മുമ്പുണ്ടായിരുന്ന അതേ എക്സാം പാറ്റേണിലേക്ക് എക്സാമിനെ തിരിച്ചു കൊണ്ടുപോകുന്നു. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന ഒരു പാൻഡമിക്കിന് ശേഷം 2021, 22, 23 ലാസ്റ്റ് 2024 വരെയുള്ള നീറ്റ് എക്സാമിന്റെ പാറ്റേണിന് ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. വളരെ ചെറിയ മാറ്റങ്ങളായിരുന്നു. പക്ഷെ കുറെ പേര് അതിനെ ഗുണമായിട്ട് കണ്ടു, കുറെ പേര് ദോഷമായിട്ട് കണ്ടു. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു പുതിയ പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എക്സാമിന് ഇപ്പം ടൈമിങ്ങിൽ ചെറിയ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഡിഫിക്കൽട്ടീസിന് മാറ്റം വരുന്നു, ഇതിന് 2 പുറമുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഒരു കോയിനിന് 2 നാണയങ്ങൾ ഉള്ളത് പോലെ തന്നെ നമ്മൾ ഏതൊരു ചേഞ്ച് വരുമ്പോഴും ഉറപ്പായിട്ടും ഒരു ഡിസ്കഷൻ നടക്കും. അത് വേണം, നടത്തണമല്ലോ. ഒരു ഡിസ്കഷൻ നടന്നാലല്ലേ അതിനൊരു കൊഴുപ്പുള്ളൂ. അത് സത്യമാണ്. അതുകൊണ്ട് ഡിസ്കഷൻ ഒക്കെ നടക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലും ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടുന്നു അല്ലെ കുറയ്ക്കുന്നു, സമയക്രമത്തിന് മാറ്റം വരുന്നു, ഇപ്പൊ ടൈം കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നു, 20 മിനിറ്റ് എടുത്ത് മാറ്റി അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യുന്നു, ഇതൊക്കെ സംഭവിച്ചാലും എന്റെ പൊന്നു മക്കളെ, എനിക്ക് നിങ്ങളോട് വളരെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടത്തുള്ളൂ. ആത്മാർത്ഥമായിട്ട് ജെനുവിൻ ആയിട്ട് മനസ്സിൽ നിന്ന് എടുത്ത് നിങ്ങളോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടത്തില്ല. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എക്സാം പാറ്റേണിന് മാറ്റം വരുന്നുണ്ട്. അത് ചെറിയ മാറ്റങ്ങൾ, അത് നിങ്ങൾ ഓൾറെഡി അറിഞ്ഞ കാര്യമാണ്. എല്ലാ ചാനലുകളിലും എല്ലായിടത്തും ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങളോട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാനല്ല, ഈ പുതിയ പാറ്റേണിൽ വന്ന മാറ്റങ്ങളെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഈ മാറ്റത്തിനെ എങ്ങനെ നമ്മുടെ എക്സാമിന് വിനിയോഗപ്പെടുത്താം, എങ്ങനെ ആ ചേഞ്ചിനെ ഒരു പോസിറ്റീവായിട്ട് കാണാം, അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിക്കുക, പെട്ടെന്ന് പോകാം എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. സോ എല്ലാവരും ഞാൻ പറയുന്ന ഈ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണം. ഒന്നാമത്തെ കാര്യം, അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ നന്നായിട്ട് പഠിക്കാതെ, നിങ്ങൾ കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എൻട്രൻസ് കിട്ടത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് പഴയ എക്സാമിലേക്ക്, അതായത് പഴയ പാറ്റേണിലേക്ക്, കോവിഡിന് മുമ്പത്തെ പാറ്റേണിലേക്ക് ഈ എക്സാമിനെ മാറ്റുന്നു. അപ്പൊ എന്താ വ്യത്യാസം വരുന്നത്? നേരത്തെ 180 ക്വസ്റ്റ്യൻ ആയിരുന്നു പണ്ടത്തെ എക്സാമിന്. നമുക്കറിയാം 180 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ഓരോ എക്സാമിന്, ഓരോ സബ്ജക്റ്റിലും 5 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 20 ക്വസ്റ്റ്യന്റെ റിലാക്സേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 20 മിനിറ്റ് കൂടെ ആഡ് ഓൺ ആവുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മൾക്ക് പഠിക്കാത്ത ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യായിരുന്നു, അല്ലെ? നമ്മൾ പഠിക്കാത്ത ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പൊ ഫിസിക്സിനെ പറ്റി ഞാൻ സംസാരിക്കുന്നു. അപ്പൊ 50 ക്വസ്റ്റ്യൻ ആണ് ഫിസിക്സിലുള്ളത്. അതിൽ 5 ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ബാക്കി 45 എണ്ണം നമ്മൾ എഴുതിയാൽ മതി. സോ ആ 5 ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കാത്ത ഒരു ചാപ്റ്ററിൽ നിന്നാണെങ്കിൽ അത് ഗുണകരമായി, നമുക്കത് സ്കിപ്പ് ചെയ്യാമല്ലോ എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, കോവിഡ് പോലൊരു പാൻഡമിക് വന്നപ്പോൾ നമ്മുടെ പല സ്കൂളുകളിലും അക്കാഡമിക്സും ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പ്രോപ്പർ ആയിട്ട് അക്കാഡമിക് കരിക്കുലം തീരാതെ വരുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പം എല്ലാ ടോപ്പിക്കുകളും തീർന്നിട്ടുണ്ടാവണോ നിർബന്ധമില്ല. കോവിഡ് പോലൊരു വലിയ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ എല്ലാവരും പ്രോപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണോ നിർബന്ധമില്ല. അപ്പൊ ഒരു റിലാക്സേഷൻ എന്ന രീതിയിലായിരുന്നു അന്നേരം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ 2025 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡും മാറി, എല്ലാ ഇഷ്യൂസും മാറി, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമുകളും ഒക്കെ അതിശക്തമായി മാറുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ഓൺലൈൻ ചാനലുകളുടെ ഒരുപാട് സഹായങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ എന്തുകൊണ്ട് ആ പഴയ പാറ്റേണിലേക്ക് തിരിച്ചു പോയിക്കൂടാ എന്ന് ഇന്ത്യയെ ചിന്തിച്ചതിനകത്ത് യാതൊരു ഡൗട്ടും പറയാനില്ല. ഈവൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ കഴിഞ്ഞ ജെഇ മെയിൻസിന് പണ്ട് നിങ്ങൾക്കറിയാം ജെഇ മെയിൻസിന്റെ പാറ്റേണിന് മാറ്റം വന്നു. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം, ജെഇ മെയിൻസിന് അവർ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീറ്റിലേക്കും ആ മാറ്റം വേണമെങ്കിൽ വരാം. ജെഇ മെയിൻസ് എഴുതിയ കുട്ടികൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീറ്റ് എക്സാം എഴുതിയ ഒരു ഡോക്ടർ ആവാൻ പോകുന്ന നിങ്ങൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 2021 തൊട്ട്, കോവിഡിന് ശേഷം 2021 തൊട്ട് 24 വരെയുള്ള നീറ്റ് എക്സാമിന് ഈ കൂടുതൽ സമയം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവര് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് 45 ഉള്ളൂ.
പക്ഷെ അവർ വായിക്കേണ്ട ക്വസ്റ്റ്യൻ 50 തന്നെയാണ്. നിങ്ങൾ ആ കാര്യം കൂടെ മനസ്സിലാക്കുക. അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ മാത്രമാണ് 45, പക്ഷെ 50 എണ്ണം വായിക്കേണ്ടി വരും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരെങ്കിലും എനിക്കിത് അറിയില്ലായിരിക്കല്ലേ, എനിക്ക് ഈ ചാപ്റ്റർ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിക്കാതിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എക്സാം ഹാളിൽ ഇരിക്കുന്ന ആ കുട്ടി ആ 50 ക്വസ്റ്റ്യനും വായിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും വായിക്കും. പഠിച്ചിട്ട് ചെന്നിരിക്കുന്ന ഒരു കുട്ടി വായിച്ചിരിക്കും. അപ്പൊ ഉറപ്പായിട്ടും അവർക്ക് ആ ക്വസ്റ്റ്യൻസ് മുഴുവനും വായിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് റിലാക്സേഷന് വേണ്ടി കുറച്ച് സമയങ്ങൾ കൂട്ടി കൊടുത്തിരിക്കുന്നത്. ഒന്ന്. ഇനി രണ്ടാമത്തെ റീസൺ, വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇപ്പൊ 2024 എക്സാമുമായിട്ട് നമ്മൾ ഇനിയും വരാൻ പോകുന്ന എക്സാമിനെ ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ട. കാര്യം 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അലിഗേഷൻ ഒക്കെ നമ്മൾ ന്യൂസസ് കേട്ടിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. കഴിഞ്ഞ കാര്യത്തെ പറ്റി നമ്മൾ അധികം സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ എനിക്ക് പറ്റും. 2024 എക്സാം പാറ്റേൺ കമ്പാരിറ്റീവ്ലി വളരെ ഈസി ആയിരുന്നു. എക്സാം ഈസി ആവുമ്പോൾ എന്താ സംഭവിച്ചത്? കട്ട് ഓഫ് അങ്ങോട്ട് കൂടി. നിങ്ങൾക്കറിയാം, ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 650+ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കണമെങ്കിൽ 650+ ആയിരുന്നു കട്ട് ഓഫ്. മക്കളെ, 650 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് നിങ്ങൾ മിനിമം എത്തണമെങ്കിൽ 162 ക്വസ്റ്റ്യൻ ആണ് ഒരു വിദ്യാർത്ഥി ചെയ്യേണ്ടത്. അപ്പൊ 160 അപ്രോക്സിമേറ്റ്, എല്ലാ അപ്രോക്സിമേറ്റ് കണക്കാണ് ഈ പറയുന്നത്. 650+ കട്ട് ഓഫിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഏതാണ്ട് 162 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണമായിരുന്നു. ഈ 162 ക്വസ്റ്റ്യനിൽ ബയോളജി അൾട്ടിമേറ്റ്ലി പഠിക്കുന്ന കുട്ടി 90 എണ്ണത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ 90 എണ്ണം കഴിഞ്ഞാലും അവൻ ഇപ്പുറത്ത് ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 72 ക്വസ്റ്റ്യൻ ചെയ്യണമായിരുന്നു. 72 ക്വസ്റ്റ്യൻ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചെയ്യണമെങ്കിൽ ഒരു 35 ഫിസിക്സും ഒരു 37 കെമിസ്ട്രിയും മിനിമം ശരിയാക്കണം. ആ ഒരു സാഹചര്യത്തിലായിരുന്നു നിന്നിരുന്നത്. ഈ 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റിന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം അതാണ്. നമ്മുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലിലേക്ക്, വാട്സാപ്പ് നമ്പറിലേക്ക് കുറെ മെസ്സേജസ് വന്നു. കഴിഞ്ഞ ദിവസം ജാനുവരി 26 നമ്മുടെ വൺ ഷോട്ട് സീരീസിന്റെ ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പാർട്ട് 1 വീഡിയോ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ താഴെയും ഇതിന് മുമ്പ് ഇട്ടിരുന്ന സ്റ്റഡി പ്ലാന്റെ വീഡിയോയുടെ താഴെയും ഒരുപാട് കമന്റുകൾ വന്നത് ഈ നീറ്റിന്റെ പാറ്റേൺ മാറ്റിയതിനെ പറ്റി ഒരു കമന്റുകൾ വന്നു. അപ്പൊ ഇത് വന്ന കാരണത്താലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ് എക്സാമിന് 180 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പൊ നേരത്തെ പാറ്റേണിൽ നിന്ന് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, നേരത്തെ 200 ക്വസ്റ്റ്യൻ കിട്ടുമായിരുന്നു, ഇത് 180 ആയിട്ട് മാറി. അപ്പൊ എല്ലാവരും പൊതുവെ ചോദിച്ച ഒരു കാര്യം ഇതായിരുന്നു, സാർ അപ്പൊ എക്സാം ഡിഫിക്കൽട്ട് ആകുമോ, കട്ട് ഓഫിന് മാറ്റം വരുമോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കട്ട് ഓഫിന് മാറ്റം വന്നാൽ ഇത് നിങ്ങളെ മാത്രം അഫക്ട് ചെയ്യുന്ന കാര്യമല്ല. എല്ലാവരും പൊതുവെ അങ്ങനെ അങ്ങ് ധരിക്കും, ഇത് എന്നെയാണ്, എന്നെ പേഴ്സണലി, എന്നെ സിനിമയില് ജഗതി ചേട്ടൻ പറയുന്ന തൊട്ട് ഇത് എന്നെയാണ്, എന്നെ മാത്രമാണ്, എന്നെ ഉദ്ദേശിച്ചാണെന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതേപോലെ ഇത് അങ്ങനെയൊന്നും ഇല്ല. ഇത് സ്പെസിഫിക്കലി ഇത് നിങ്ങളെ ഒരാളെ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? അല്ല. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത്. ആ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയും ഇത് അഫക്ട് ചെയ്യും. അപ്പൊ നിങ്ങളെ ഒരാളെ എന്താ അഫക്ട് ചെയ്യാൻ പോകുന്നത്? എല്ലാവർക്കും ഇത് ബാധകമല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ അത് വലിയൊരു ചേഞ്ച് ആവുന്ന, വലിയൊരു മാറ്റമായിട്ട് മാറുന്ന, വലിയൊരു ഡിസ്കഷൻ ആവേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കുക. ഞാൻ ഇങ്ങനെ കുറെ കമന്റുകൾ വരികയും കുറെ പേര് ഇതിനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഇത് എന്നെ അഫക്ട് ചെയ്യുമോ, എക്സാമിന്റെ റിലാക്സേഷൻ മാറിപ്പോയില്ലേ, എക്സാമിന്റെ ഡിഫിക്കൽട്ടി കൂടത്തില്ലേ, കട്ട് ഓഫിന് മാറ്റം വരില്ല എന്നുള്ള കൺസേൺ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നിങ്ങൾ ഒരാളെ അല്ല, ഇത് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവരെയും ഇത് അഫക്ട് ചെയ്യും. സിമ്പിൾ ലോജിക്കൽ ആലോചിച്ച് നോക്കുക. എക്സാം വളരെ ഈസി ആയി, ഇതെല്ലാവർക്കും ഈസി ആവും. പഠിച്ചവരുടെ കാര്യമാണ്. പഠിക്കാത്തവർക്ക് എക്സാം ഇനി ഈസി ആയാലും ഡിഫിക്കൽട്ട് ആയാലും എക്സാം ഡിഫിക്കൽട്ടാ. പഠിക്കാത്തവരുടെ കാര്യം അല്ല ഈ പറയുന്നത്. നീറ്റ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു ഡോക്ടർ ആവണം, അത്ര കൺസേൺ എടുത്ത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നവരോടാണ് നമ്മൾ എല്ലാവരും ഈ സംസാരിക്കുന്നത്. പഠിച്ച് എൻട്രൻസ് എഴുതാൻ എൻട്രൻസിനോട് താല്പര്യം ഇല്ലാത്തവരോട് ഇത് സംസാരിച്ചൊരു കാര്യമുണ്ടോ? എൻട്രൻസിന് താല്പര്യമുണ്ട്, പക്ഷെ പഠിക്കാത്ത കുട്ടിയോട് കട്ട് ഓഫിനെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല. വളരെ ആത്മാർത്ഥമായി ഫോക്കസ്ഡ് ആയിട്ട് ഇതിന് പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ സംസാരിക്കുന്നത്. അപ്പൊ ചോദിക്കാതെ എന്താ, പഠിക്കാത്തവർക്ക് നീറ്റ് എഴുതണ്ടേ? നീറ്റ് എഴുതാം, പക്ഷെ എൻട്രൻസ് കിട്ടില്ല. അതൊരു സത്യസന്ധമായ കാര്യമല്ലേ? എൻട്രൻസ് കിട്ടണമെങ്കിൽ കഷ്ടപ്പെടണം. അത് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് എക്സാം ഡിഫിക്കൽട്ട് ആണെങ്കിൽ ബാക്കിയുള്ളവർക്കും എക്സാം ഡിഫിക്കൽട്ട് ആവും. നിങ്ങൾക്ക് എക്സാം ഈസി ആണെങ്കിൽ അത് ബാക്കിയുള്ള പഠിച്ച എല്ലാവർക്കും ഈസി തന്നെയാണ്. അപ്പൊ ഈസി എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് മുകളിലോട്ട് പോകും. ഡിഫിക്കൽട്ട് എക്സാം ആണെങ്കിൽ കട്ട് ഓഫ് നേരെ താഴോട്ട് വരും. 2023 ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഈസി ടു മോഡറേറ്റ് ലെവലിലേക്കായിരുന്നു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വർഷം ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് കട്ട് ഓഫ് കൂടിയത്. 650+ നമ്മൾ എത്തിപ്പെട്ടത് കട്ട് ഓഫ്.
2023 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നമുക്ക് 2023 അതിന് മുമ്പ് നടന്നിട്ടുള്ള പാൻഡമിക്, കൊറോണ പാൻഡമിക്കിനൊക്കെ മുമ്പ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് വരുന്നതെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 600 പ്ലസ്, ഒരു 600 പ്ലസ്, മാക്സിമം പോയ ഒരു 620 ഒരു കട്ട് ഓഫ് അപ്രോക്സിമേറ്റ് ഫിക്സ് ചെയ്യാം. അപ്പൊ ഒരു 600 പ്ലസ് ആണ് നമ്മൾ സ്കോർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് 150 പ്ലസ് ക്വസ്റ്റ്യൻസ് മിനിമം ചെയ്യണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സാം ഡിഫിക്കൽട്ട് ആകുമോ എന്ന കൺസേൺ നമ്മൾ എടുക്കുമ്പോൾ എക്സാം ഈസി ആയാൽ 172 ക്വസ്റ്റ്യൻ ചെയ്താലാണ് 650 മാർക്കിന് മുകളിൽ കിട്ടാൻ പോകുന്നത്. 172 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടടുത്ത് എക്സാം ഒരു മോഡറേറ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ 172 ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, നിങ്ങൾ 150 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ, നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് പഠിച്ചാൽ, നിങ്ങൾക്ക് നല്ല കൺസെപ്റ്റ് അറിയാം. അന്ന് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ വേണം അപ്പൊ ആദ്യം എടുത്ത് വെച്ച് നോക്കാൻ. കാര്യം നിങ്ങൾ 150 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ഈ 150 ക്വസ്റ്റ്യനിൽ ബയോളജി ഹൈലി ഫോക്കസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ച നിങ്ങൾ 90 ക്വസ്റ്റ്യൻ ചെയ്താൽ, ആ 90 കഴിഞ്ഞിട്ട്, അതായത് 90 ക്വസ്റ്റ്യൻ നിങ്ങൾ സുവോളജി ബോട്ടണിയും കൂടെ ചെയ്താൽ ആ 90 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ 150 കയറിയാൽ മതി. ബാക്കി 60 ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. ബാക്കി 60 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചെയ്യേണ്ടത്. ഈ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ 60 എണ്ണം ചെയ്യുന്നതിൽ നിങ്ങൾ 35 കെമിസ്ട്രി ചെയ്താൽ പോലും ഇപ്പുറത്ത് 25 ഫിസിക്സ് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. എക്സാക്ട് 25 എണ്ണം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആവാനുള്ള സാധ്യത ഉണ്ടാവാം. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ പോലെ എന്തായാലും എക്സാം ഈസി ആവാനുള്ള സാധ്യത കാണുന്നില്ല. രണ്ടാമത്തെ റീസൺ, പുതിയ പാറ്റേണിലേക്കൊക്കെ എത്തിക്കുമ്പോൾ, പുതിയ പാറ്റേൺ അല്ല, പണ്ട് നമ്മൾ ശീലിച്ച ആ പാറ്റേണിലേക്ക് എക്സാമിനെ കൊണ്ടുപോകുമ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 600 പ്ലസ് ആണെങ്കിൽ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് 600 പ്ലസ് വാങ്ങണമെങ്കിൽ 150 ആണ് നിങ്ങൾ ചെയ്യേണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അതിൽ ബയോളജി വൃത്തിക്ക് പഠിക്കുന്ന കുട്ടി 90 ക്വസ്റ്റ്യൻ ചെയ്ത് ശരിയാക്കാൻ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പുറത്ത് 60 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 60 പ്ലസ്, അതിലൊരു 35 പ്ലസ് കെമിസ്ട്രിക്ക് കിട്ടിയാൽ ഇപ്പുറത്തൊരു 25 പ്ലസ് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫിസിക്സ് ചെയ്താൽ മതി. ഉടനെ ഇനി 25 എണ്ണം ചെയ്താൽ മതി എന്നല്ല. അപ്പൊ അവിടെ അങ്ങനെ ഒരു റിലാക്സേഷൻ നമ്മളിലേക്ക് എത്തും. എക്സാമിന്റെ കട്ട് ഓഫ് മാറുന്നതിനനുസരിച്ച് ഇങ്ങനെയൊക്കെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. നെഗറ്റീവ് സൈഡിലേക്ക് ചിന്തിക്കുന്ന ഒരാൾ, നെഗറ്റീവ് കാര്യത്തെ പറ്റി മാത്രം ചിന്തിക്കുന്ന ഒരാളുടെ ലൈഫിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉറപ്പായിട്ടും വന്നു കയറും. പക്ഷെ ആ സാഹചര്യത്തിലും പോസിറ്റീവ് ആയിട്ട് കുറെ കാര്യങ്ങൾ കിട്ടും. അപ്പൊ നിങ്ങൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് ആലോചിക്കൂ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കൂ. നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കും. ലോ ഓഫ് അട്രാക്ഷൻ, എന്താലോചിക്കുന്നോ അത് കാര്യമായി നമ്മളിലേക്ക് അടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ ലോ ഓഫ് അട്രാക്ഷനിൽ കാര്യമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്. സോ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. ഈ വരുന്ന എക്സാം നിങ്ങൾക്കുള്ളത് തന്നെയാണ്. പിന്നെ അടുത്ത ഒരു കൺസേൺ, ഒരേ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബയോളജിയിൽ നിങ്ങൾ ഏറെക്കുറെ കോൺഫിഡന്റ് ആവാം, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവാം. എന്തായാലും നിങ്ങളൊരു ഡോക്ടർ ആവേണ്ട വിദ്യാർത്ഥിയാണ്. അപ്പൊ ഉറപ്പായിട്ട് ബയോളജി നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്ട് പാർട്ടിൽ ഒന്നായിരിക്കണം. കുറച്ചുകൂടെ ഈസി ആണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ചാപ്റ്ററിന് എണ്ണവും കുറവാണ്. കെമിസ്ട്രി നിങ്ങളെ കൊണ്ടത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഫിസിക്സ് ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അവസാന റൗണ്ട് റിവിഷൻ പ്ലാൻ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ചാനലിലൂടെ വൺ ഷോട്ട് സീരീസും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ക്രാഷ് കോഴ്സും നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. വൺ ഷോട്ട് സീരീസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നാളെ, അതായത് ഇന്ന് ഞാനിപ്പോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 27-നാണ്. നാളെ 28-ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ക്ലാസ്സസ് പ്രോപ്പർ ആയിട്ട് കാണുക, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, ഫിസിക്സ് നമുക്ക് ഈസി ആക്കി എടുക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്.